അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. നാം അറിയാതെ പോയതോ ശ്രദ്ധിക്കാതെ പോയതോ ആയ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഈ ദർസിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിൽ ഏറ്റവും ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്നത് ഈ ഉമ്മത്തിലുള്ളവരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നഹ്നുൽ ആഖിറൂൻ അൽ അവ്വലൂന യൗമൽ ഖിയാമഹ വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്നഹ. നമ്മൾ അവസാനം വന്ന ഉമ്മത്താണ്, പക്ഷേ ഖിയാമത്ത് നാളിൽ നമ്പർ 1 ആയിരിക്കും എന്നു മാത്രമല്ല, സ്വർഗത്തിൽ ഏറ്റവും ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്നത് നാം ആയിരിക്കും. ആ പ്രവേശിപ്പിക്കപ്പെടുന്ന അവസ്ഥ എങ്ങനെയാണ്? ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ളത്, അവ്വലു സുമറത്തിൻ തലിജുൽ ജന്ന സൂറത്തുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തൽ ബദർ. 14 രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന പ്രകാശമുള്ള സൗന്ദര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ അവസ്ഥയിലായിക്കൊണ്ടായിരിക്കും അവർ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്ന ഏറ്റവും ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്നത് ഈ ഉമ്മത്തിൽ നിന്നാണ്. സലഫുകൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്, എപ്പോഴാണ് ഒരു മുസ്ലിമിന് റാഹത്ത് ലഭിക്കുന്നത്? സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഒരു വ്യക്തിയുടെ യഥാർത്ഥ റാഹത്ത് എപ്പോഴാണ്? അതിനവർ നൽകിയ മറുപടി, സ്വർഗത്തിലേക്ക് ഒന്നാമത്തെ കാല് എടുത്തു വെക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമാണ് ശരിയായ റാഹത്ത്. അതുവരെ ഒന്നിന് പിറകെ മറ്റൊന്നായി ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണം. അപ്പോൾ മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖാനുഗ്രഹത്തിൻ്റെ റാഹത്തിൻ്റെ ലോകമാണ് സ്വർഗലോകം. അവിടേക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ പോയിക്കോ എന്ന് ഈ ഉമ്മത്തിനോട് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ, ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ സ്ഥാനത്തിൻ്റെ, ആ കറമിൻ്റെ, ആ തക്രീമത്തിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനോട് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രത്യേകിച്ചും നാം ഇപ്പോൾ ഉള്ളത് വെള്ളിയാഴ്ച ദിവസത്തിലാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഹൂദരും ക്രൈസ്തവരുമൊക്കെ നേരത്തെ വന്നവരാണെങ്കിലും നമുക്കാണ് സ്വർഗത്തിലേക്ക് ആദ്യം പോവാൻ കഴിയുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഹദാനല്ലാഹു ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖ്. യഹൂദരും ക്രൈസ്തവരും പല വിഷയത്തിലും ഭിന്നിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ ശരിയായ വഴി കാണിച്ചു തന്നു. അതിൽപ്പെട്ടതാണ് ഫഹാദാ യൗമുഹുമുല്ലദി ഇഖ്തലഫു ഫീഹി. അവർ ഭിന്നിച്ച വിഷയത്തിലെ ദിവസം ഇതാണ്, അഥവാ വെള്ളിയാഴ്ച ദിവസം. പക്ഷേ അവർ ഭിന്നിച്ചു, അഥവാ ഖാല യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ഫൽ യൗമു ലനാ, ഈ വെള്ളിയാഴ്ച ദിവസം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്ഥിരപ്പെടുത്തിയത് ഇതായിരുന്നു. പക്ഷേ അവർ വഴിതെറ്റിപ്പോയി. അങ്ങനെ വഗദൻ ലിൽ യഹൂദ്, സാറ്റർഡേ യഹൂദന്മാർ അവരുടെ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസമായി തിരഞ്ഞെടുത്തു. വബഅദ ഗദിൻ ലിൻ നസാറ, സൺഡേ ക്രിസ്ത്യാനികളും. സത്യത്തിൽ വെള്ളിയാഴ്ചയാണ്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. യഹൂദർക്ക് തെറ്റുപറ്റി, ക്രൈസ്തവർക്ക് തെറ്റുപറ്റി. ഈ ഉമ്മത്തിനെ അള്ളാഹു വെള്ളിയാഴ്ചയിൽ സ്ഥിരപ്പെടുത്തി. ഇത് ഈ ഉമ്മത്തിന് മാത്രമുള്ള, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. വെള്ളിയാഴ്ച ദിവസവും ആ വെള്ളിയാഴ്ച ദിവസത്തിലെ ഇബാദത്തും തത്തുല്യമായ ഒരു ആരാധന ഒരു ഉമ്മത്തിലും നമുക്ക് കാണുക സാധ്യമല്ല. പടച്ച റബ്ബിൻ്റെ അനുഗ്രഹമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ആ വെള്ളിയാഴ്ചയെക്കുറിച്ചൊക്കെ ഇസ്ലാമിൻ്റെ വിമർശകന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങളുടെ വിജയമെന്ന് പറയുന്നത് അവരുടെ ഫ്രൈഡേ ആണ്. അന്ന് നൽകപ്പെടുന്ന ഖുതുബകളാണ്. ഒരു നോട്ടീസ് പോലും അടിക്കാതെ വിശ്വാസികൾ പള്ളിയിലേക്ക് വരുന്നു.
അവിടെ ഭക്ഷണമുണ്ട് എന്ന അനൗൺസ്മെൻ്റ് ഇല്ല, മറ്റെന്തെങ്കിലും സൗകര്യമുണ്ട് എന്നുള്ള അനൗൺസ്മെൻ്റ് ഇല്ല, നോട്ടീസുകളൊന്നും വേണ്ട. അവർ വരും, അടങ്ങിയിരിക്കും, നിശബ്ദരായി കേട്ടു നിൽക്കും. സൂചി വീണാൽ പോലും കേൾക്കുന്ന നിശബ്ദത. അങ്ങനെ ഒരു സദസ്സ് ലോകത്ത് ഇതല്ലാതെ വേറെ ഏതാണുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തത്, ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകത, യഥാർത്ഥ വേദഗ്രന്ഥത്തിൻ്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു ടീം എന്നും ഈ ഉമ്മത്തിലുണ്ടാകും. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യജ്മഉ ഉമ്മതി ഔ ഖാല ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ളലാലത്തിൻ അബദാ. ഈ ഉമ്മത്തിനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അള്ളാഹു ളലാലത്തിൽ ഒരുമിപ്പിക്കുകയില്ല. യഹൂദരെല്ലാം പിഴച്ചുപോയി, ക്രൈസ്തവരെല്ലാം തെറ്റിപ്പോയി. ഈ ഉമ്മത്തിൽ എന്നും സത്യത്തിൻ്റെ പാതയിൽ, തൗഹീദിൽ, ഖുർആനിൽ, സുന്നത്തിൽ, സലഫുകളുടെ മൻഹജിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടാകും. ഖുർആനിൻ്റെ യഥാർത്ഥ ആശയം പിൻപറ്റുന്ന വലിയ ഒരു സംഘം എക്കാലഘട്ടത്തിലും ഉണ്ടാകും, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ തൗറാത്തിൻ്റെ ആളുകൾക്ക് ശരിയായ മതം കാണാൻ കഴിയില്ല, കാരണം അതിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഞ്ചീലിലേക്ക് നോക്കിയാൽ ക്രൈസ്തവർക്ക് കാണാൻ കഴിയില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഗോസ്പൽ അത് കാണാൻ കഴിയില്ല, മറ്റു പലരും എഴുതിയതേ കാണാൻ പറ്റുള്ളൂ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചര്യകൾ എന്തായിരുന്നു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദിനചര്യകൾ എന്തായിരുന്നു, മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഉറക്കത്തിൽ ചരിഞ്ഞു കിടക്കുമ്പോൾ എന്ത് ദുആ ചെയ്തു എന്ന് പോലും റെക്കോർഡഡാണ്, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു, സുരക്ഷിതമാണ്. അത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ലോകം മുഴുവൻ പരക്കെ അംഗീകരിച്ചു. ഇസ്ലാമിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഹദീസും അതിൻ്റെ സനദുകളുമാണ്. സനദോടുകൂടി ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഏതെങ്കിലും സമൂഹമുണ്ടോ? 50 വർഷം മുമ്പ് ഇവിടെ ജീവിച്ചു പോയ ഒരു നേതാവിൻ്റെ വാക്കുകൾ മുഴുവൻ റെക്കോർഡഡാണോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനവും ഇല്ലാതിരുന്നിട്ടും ആ പ്രവാചകൻ്റെ ചലനങ്ങൾ പോലും, നമസ്കാരത്തിലൊന്ന് വിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലും റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കും. വ്യക്തമായ സനദോടുകൂടി അത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. സനദുകൾ ഈ ഉമ്മത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അതേപോലെ തന്നെ മറ്റൊന്നാണ്, ഈ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഷഹീദാവാനുള്ള അവസരങ്ങളെ ധാരാളമായി വിഭജിച്ചിരിക്കുന്നു. പൂർവ്വകാല സമൂഹങ്ങളിൽ അതുണ്ടായിരുന്നില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ തഉദ്ദൂന ഷഹീദ ഫീക്കും, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഷഹീദ്, രക്തസാക്ഷി? നിങ്ങൾ മനസ്സിലാക്കിയത് പറയൂ. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദുൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവനാണ് ഷഹീദ്, അഥവാ യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടവനാണ് ഷഹീദ്. കാരണം അതങ്ങനെയാണ് അറിയപ്പെടുന്നത്. സ്വഹാബികളും അതേ മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇന്ന ശുഹദാ ഉമ്മത്തി ഇദല്ല ഖലീൽ, എൻ്റെ ഉമ്മത്തിലെ ഷഹീദുകൾ അപ്പോൾ കുറഞ്ഞു പോകുമല്ലോ. അങ്ങനെ സംഭവിച്ചുകൂടാ. റഹ്മാനായ റബ്ബ് തീരുമാനിക്കുകയാണ്, ഈ ഉമ്മത്തിലെ ഷഹീദുകൾ കുറഞ്ഞു പോകാൻ പാടില്ല, കൂടുതൽ വേണം. അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, ഫമൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ആ ഷഹീദുകൾ? അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒന്ന് നിങ്ങൾ പറഞ്ഞത്, മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദുൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടവൻ ഷഹീദാണ്. എനിക്ക് കേട്ടോളൂ, വമൻ മാത ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദുൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ബെഡിൽ കിടന്നാണ് മരിച്ചതെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിച്ച മനുഷ്യന്മാരെ അള്ളാഹു ഷഹീദായി പരിഗണിക്കും. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചവരെ ഇത് പ്രബോധനം ചെയ്യാൻ, ഇസ്ലാമിനെതിരിലുള്ള ആരോപണങ്ങളെ തടയാൻ, പ്രവാചകന് വേണ്ടി പ്രതിരോധം തീർക്കാൻ, ഖുർആനിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ, മഹത്തായ ഈ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ച മനുഷ്യർ ബെഡിൽ കിടന്ന് മരണപ്പെട്ടാലും
അവർക്ക് ഷഹീദിൻ്റെ കൂലിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ യുദ്ധമുഖത്തല്ലാതെ കൊല്ലപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടും. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം വാളുകൾക്ക് ഇരയായവർ, വെടിയുണ്ടകൾക്ക് ഇരയായവർ, ഷഹീദുകളാണവർ. ഉന്നതമായ സ്വർഗത്തിൽ ഏറ്റവും വലിയ ദറജകൾ അവർക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ മാത ഫി ത്വാഊനി ഫഹുവ ഷഹീദ്. പ്ലാഗ് അതല്ലെങ്കിൽ പകർച്ചവ്യാധിയിൽ മരണപ്പെടുന്നവർ ഷഹീദുകളാണ്. ഒരു നാട്ടിൽ രോഗം പടർന്നു പിടിച്ചു, അതിൽ മരണപ്പെട്ടാൽ ഷഹീദിൻ്റെ കൂലിയാണ്. വമൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദുൻ. വയറ്റിൽ രോഗമുണ്ടായിട്ട്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളാകട്ടെ, അത്തരം രോഗങ്ങൾ, വയറ്റിലുള്ള രോഗങ്ങൾ കാരണത്താൽ മരണപ്പെടുന്നവർ ഷഹീദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഗരീഖു ഷഹീദുൻ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ ഷഹീദുകളാണ്. വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നവർ ഷഹീദുകളാണ്. വേറെ ചില റിവായത്തുകളിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നവർ, ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് വീണ് മരിക്കുന്നവർ, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടു പോകുന്നവർ എല്ലാവരും ഷഹീദുകളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ആയിഷ ബീവി ഒരിക്കൽ നബിയോട് ചോദിച്ചു, സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനി ത്വാഊൻ. പ്ലാഗിനെക്കുറിച്ച്, പകർച്ചവ്യാധിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്നഹു അദാബുൻ യബ്അസുഹുല്ലാഹു അലാ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അയക്കുന്നതാണത്. പകർച്ചവ്യാധികളും അതുപോലുള്ള രോഗങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്നവരതിലൂടെ ശിക്ഷിക്കുന്നു. അള്ളാഹുവിൻ്റെ അദാബാണത്. എന്നാൽ വഅന്നല്ലാഹ ജഅലഹു റഹ്മതൻ ലിൽ മുഅ്മിനീൻ. എന്നാൽ വിശ്വാസികൾക്ക് കാരുണ്യവുമാണ്, ശിക്ഷയല്ല. വിശ്വാസികൾ അതിലകപ്പെട്ടേക്കാം, പക്ഷേ അതവർക്ക് കാരുണ്യമാണ്. ലൈസ മിൻ അഹദിൻ യഖഉ ത്വാഊൻ ഫയംകുതു ഫീ ബലദിഹി സാബിറ. ഒരു നാട്ടിൽ പ്ലേഗുണ്ട്, അവരാ നാട്ടിലാണ്, രോഗം അവരിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഫയംകുസു ഫീ ബലദിഹി സാബിറൻ, ക്ഷമയോടുകൂടി ആ നാട്ടിൽ തന്നെ നിൽക്കുകയാണ്. മുഹ്തസിബൻ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുകയാണ്. യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹ്. അള്ളാഹു വിധിച്ചതല്ലാതെ തന്നെ ബാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതെ രോഗം പടരാൻ കാരണക്കാരനായി തീരാതെ നിന്നാൽ ഇല്ലാ കാന ലഹു മിസ്ലു അജ്രി ഷഹീദ്. ഒരു ഷഹീദിൻ്റെ കൂലി അള്ളാഹു നൽകാതിരിക്കുകയില്ല. അൽഹംദുലില്ലാ. അതൊക്കെ ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഫളായിലുകളാണ്. ഇനിയും കേൾക്കൂ നിങ്ങൾ. ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഫുദ്ദിൽനാ അലന്നാസി ബിസലാസ്. മറ്റു എല്ലാ മനുഷ്യരിൽ നിന്നും 3 കാര്യങ്ങളിൽ അള്ളാഹു നമുക്ക് ഫളൽ നൽകിയിരിക്കുന്നു. ഒന്നെന്താണത്? ജുഇലത് അൽ അർളു കുല്ലുഹാ ലനാ മസ്ജിദൻ വതഹൂറാ വഇദാ ലം നജ്ദിൽ മാ. ഭൂമി മുഴുവൻ അള്ളാഹു നമുക്ക് മസ്ജിദായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചും നമസ്കാരത്തിൻ്റെ സമയമായാൽ അവിടെ വെച്ച് നമസ്കരിക്കാം. അത് പാടമാണെങ്കിലും ശരി, മരുഭൂമിയാണെങ്കിലും ശരി, മലമ്പ്രദേശമാണെങ്കിലും ശരി, ആകാശത്ത് വിമാനത്തിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഭൂമിയിൽ എവിടെയാകട്ടെ, നിങ്ങൾ നമസ്കരിക്കുന്ന ആ പ്രത്യേക സ്ഥലത്ത് നജസില്ലെങ്കിൽ നിങ്ങൾക്ക് നമസ്കരിക്കാൻ നജസുണ്ടെങ്കിൽ നജസിനെ നീക്കിയിട്ട് അവിടെ വെച്ച് നമസ്കരിക്കാം. എവിടെയും പള്ളികളുണ്ടാക്കാം. മറ്റുള്ളവരെ പോലെ അതിനായി പ്രത്യേക സ്ഥലങ്ങൾ അല്ല, എവിടെ വെച്ചും നമസ്കരിക്കാം, എവിടെയും പള്ളി ഉണ്ടാക്കാം. രണ്ടാമത്തത്, വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മും ചെയ്യാം. അത് 10 വർഷമാണെങ്കിലും, ഒരു ഹദീസിൽ വന്നത് അതാണ്, 10 years, 10 വർഷം വെള്ളം കിട്ടുന്നില്ല എങ്കിൽ 10 വർഷവും തയമ്മും ചെയ്താൽ മതി. തയമ്മും ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. പൂർവ്വകാല സമൂഹത്തിനൊന്നും തയമ്മും അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടില്ല. വെള്ളം തന്നെ വേണം. ഈ ഉമ്മത്തിനോട് പറഞ്ഞു, വെള്ളം കിട്ടാത്ത സന്ദർഭത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭത്തിലും തയമ്മും ചെയ്താൽ മതി. അൽഹംദുലില്ലാ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വജുഇലത് സുഫൂഫുനാ കസുഫൂഫിൽ മലായിക. മലക്കുകൾ സഫ് കെട്ടുന്നത് പോലെയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ സഫ് അള്ളാഹു നിശ്ചയിച്ചത്. നമ്മൾ പള്ളിയിൽ കിട്ടുന്ന ഈ സഫില്ലേ, ഇത് മലക്കുകളുടെ സഫാണ്. ഇങ്ങനെ തന്നെയാണ് ആകാശത്ത് മലക്കുകൾ സഫ് കെട്ടുന്നത്. ഇടതൂർന്ന് നിൽക്കും, ഒരാൾ മറ്റൊരാളോട് ചേർന്ന് നിന്നുകൊണ്ട് റുക്കൂഇലും സുജൂദിലും. മലക്കുകൾ എങ്ങനെയാണോ സഫ് കെട്ടുന്നത് അതേപോലെ സഫ് കെട്ടി നമസ്കരിക്കുക. അള്ളാഹു ഈ ഉമ്മത്തിന് അനുഗ്രഹം നൽകിയിരിക്കുന്നു. അത് വലിയൊരു ഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കണം.
ഇനി അടുത്തത് കേട്ടോളൂ, ശരിക്കും ശ്രദ്ധിക്കണം, അടുത്തത് കേൾക്കുക. വഊതീതു ഹൗലാഇൽ ആയാതി മിൻ ആഖിരി സൂറത്തിൽ ബഖറ മിൻ ബൈതി കൻസിൻ തഹ്തൽ അർശ് വലം യുഅത അഹദുൻ ഖബ്ലി വലാ ബഅദി. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ എനിക്ക് മുമ്പുള്ളവർക്ക് നൽകപ്പെട്ടിട്ടില്ല, ഇനി ആർക്കും നൽകപ്പെടാനും പോകുന്നില്ല. അത് അർശിൻ്റെ താഴെയുള്ളൊരു കൻസുണ്ട്. എന്താണ് ആ കൻസിൽ? അല്ലാഹു അലം. ആ കൻസിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൻസിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ 2 ആയത്തുകളെ. അല്ലാഹു അലം എന്താണത്. പക്ഷേ അതിൽ നിന്നാണ് ഈ അവസാനത്തെ 2 ആയത്തുകൾ നമുക്ക് നൽകിയത്. ഈ 2 ആയത്തുകൾ മുറുകെ പിടിച്ചോളൂ. പ്രത്യേകിച്ചും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സലഫുകളത് മറന്നുപോകുന്ന ഭയപ്പെട്ടിട്ട് ഇശാൻ്റെ സുന്നത്ത് നമസ്കാരത്തിൽ ഓതുമായിരുന്നു. ഇശാൻ്റെ സുന്നത്ത് നമസ്കാരത്തിൽ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, രാത്രിയിൽ അത് ഓതി. മാത്രമല്ല ചില റിവായത്തിലെ പ്രയോഗം ബി ആയത്തൈൻ, അത് നിസ്കാരത്തിൽ ഓതുന്നതിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നിസ്കാരത്തിൽ ഓതലാണ് കൂടുതൽ ഫضൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ഉമ്മത്തിനും നൽകപ്പെടാത്ത മഹത്തായ 2 ആയത്തുകളാണ്. മഹത്തായ 2 ആയത്തുകൾ. ഇത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണെങ്കിൽ അതിനെ നമ്മൾ അവഗണിക്കരുത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ 2 ആയത്തുകളെങ്കിലും, സൂറത്തുൽ ബഖറയിൽ നിന്ന് ആയത്തുൽ കുർസി, അതേപോലെ ഈ 2 ആയത്തുകൾ നമ്മുടെ മക്കളെ കാണാതെ പഠിപ്പിച്ചേ മതിയാകൂ. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠതയാണത്. ഇനി കേട്ടു നോക്കൂ നിങ്ങൾ. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, സ്വഹാബികൾ പറയുകയാണ്, ഇശാ നമസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നില്ല. ഞങ്ങളിൽ പലരും ധരിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ച് ഉറങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മളിങ്ങനെ തന്നെ കാത്ത് നിൽക്കലേ ഉണ്ടാവുള്ളൂ, നബി വരാൻ സാധ്യതയില്ല, കാരണം അത്രയും വൈകി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നു. നബിയോട് അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാകും, നമ്മൾ കാത്തു നിന്നിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്തിമു ബിഹാദിഹി സ്വലാഹ്, ഈ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ കുറച്ചുകൂടി കാത്തിരുന്നോളൂ. അഥവാ അത്തമ, അത്തമ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുണ്ട ഒരു സമയമാണ്. അഥവാ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അതിൻ്റെ ചുവന്ന ശോഭയും അസ്തമിച്ച് ഇശാ കഴിഞ്ഞാൽ തുടങ്ങുന്നതാണ്. അത് കുറച്ചുകൂടി ഇങ്ങനെ നീണ്ടു നിൽക്കും. പിന്നെ രാത്രിയുടെ അതിൻ്റെ ആ ഒരു ഗാംഭീര്യം പിന്നെ മെല്ലെ കുറയും. അപ്പോൾ ഈ ഗാംഭീര്യമുള്ള സമയത്തേക്ക് ഇശാഇനെ നിങ്ങൾ മാറ്റിവെക്കൂ. ഫഇന്നക്കും ഖദ് ഫുദ്ദിൽതും ബിഹാദാ, കാരണം ഈ നമസ്കാരം കൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അലാ സാഇരിൽ ഉമം, കഴിഞ്ഞുപോയ മറ്റു ഉമ്മത്തുകളെ അപേക്ഷിച്ച്. വലം തുസല്ലിഹ ഉമ്മത്തുൻ ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹവും ഇശാ നമസ്കരിച്ചിട്ടില്ല. ഇശാ നമസ്കാരം ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. ഇശാ നമസ്കാരം ഈ ഉമ്മത്തിന് മാത്രമുള്ള നമസ്കാരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുനാഫിക്കുകൾക്ക് ഇശാ നമസ്കാരം കുറച്ച് ഭാരമേറിയതാണ്, അവർ കിടന്നുറങ്ങിക്കളയും നമസ്കരിക്കുന്നതിന് മുമ്പ്. ആരെങ്കിലും ഇശാ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലേഞ്ഞെങ്കിലും അവർ പള്ളിയിൽ വരുമായിരുന്നു. അത്രക്ക് ഫളലുള്ള നമസ്കാരമാണ് ഇശാ നമസ്കാരം. അത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഫളലാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വക്ത് നമസ്കാരം പൂർവ്വകാല സമൂഹത്തിന് 50 വക്തായിരുന്നു, അത് കുറച്ചിട്ടാണ് 5 ആക്കി തന്നത്. എന്നിട്ടോ 50 വക്തിൻ്റെ പ്രതിഫലവും നൽകി. അൽഹംദുലില്ലാ, അതും ഈ ഉമ്മത്തിൻ്റെ ഫضലാണ്. അതേപോലെ തന്നെ ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ഉമ്മത്തിലെ നബിമാർ കഴിഞ്ഞാൽ ഉള്ള മഹത്തുക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മസലു ഉമ്മത്തി മസലുൽ മത്തർ, എൻ്റെ ഉമ്മത്തിൻ്റെ ഉപമ ഒരു മഴ പോലെയാണ്. ലാ യുദ്റ അവ്വലുഹു ഖൈറുൻ അൻ ആഖിറുഹു, മഴയുടെ തുടക്കമാണോ ഭൂമിക്ക് ഉപകാരപ്പെട്ടത്, അതല്ല ആ മഴയുടെ ലാസ്റ്റാണോ ഉപകാരപ്പെട്ടത് എന്നറിയില്ല. എന്നതുപോലെ ഈ ഉമ്മത്തിൻ്റെ തുടക്കത്തിൽ എങ്ങനെയാണോ ഈ ഉമ്മത്ത് ലോകത്തിന് ഉപകാരപ്പെട്ടത്, അതേപോലെ ആഖിറു ഉമ്മത്തും ഉപകാരപ്പെടും. ദജ്ജാലിനോട് ഫൈറ്റ് ചെയ്യുന്ന ആരാ? ഈ ഉമ്മത്തിലെ അഹ്ലുസുന്നയുടെ ആളുകളാണ്. ഇൻഷാ അല്ലാഹ്. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എൻ്റെ ഉമ്മത്തിലൊരു സംഘം സത്യത്തിൽ വിജയിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരോട് എതിര് നിന്നവർക്കോ അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർ വിജയിച്ചുകൊണ്ടേ നിൽക്കും. അവരാണ് ദജ്ജാലിനോട് ഏറ്റുമുട്ടുന്നത്. അന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയൻസിലു ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ മകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരും. ഫയഖൂലു അമീറുഹും, അപ്പോൾ അന്നുണ്ടാവുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ, മുസ്ലിം ഉമ്മത്തിൻ്റെ അമീർ പറയും, സ്വല്ലി ലനാ തആൽ, ഈസാ നബിയോട് പറയും, വരൂ ഞങ്ങൾക്ക് വേണ്ടി ഇമാമായി നിൽക്കൂ. ഫയഖൂലു ല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, ല, ഞാൻ ഇമാം നിൽക്കൂല. ആരാണ്? ഉലുൽ അസ്മിൻ്റെ പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്ന ബഅദുക്കും അലാ ബഅദിൻ ഉമറാ തക്രിമത്തുല്ലാഹി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അള്ളാഹു ഒരു ഫളൽ നൽകിയിട്ടുണ്ട്, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് അമീറുകളാണ്. അതുകൊണ്ട് ഞാനല്ല, നിങ്ങൾ തന്നെയാണ് നിൽക്കേണ്ടത്. കാരണം ഈസാ നബി വരുന്നത് നബിയായിട്ടല്ല. അവസാന നബി ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിലെ നബി ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാൽ പോലും നബിയുടെ സുന്നത്താണ് ഫോളോ ചെയ്യുക. അതുകൊണ്ടാണ്. അല്ല എങ്കിൽ ഒരു നബി ഉണ്ടായിരിക്കെ മറ്റൊരാൾ ഇമാമാവൂല. എന്നാൽ അവിടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമായിട്ടല്ല വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൻ്റെ ആഖിറിലും ഖൈറായ ആളുകളുണ്ടാകുന്ന ഈസാ നബി അവരോട് തന്നെ ഇമാം നിൽക്കാൻ പറയും. ഇമാം മഹദിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചില റിവായത്തുകളുടെ സൂചനയിൽ നിന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നു. അല്ലാഹു തബാറക വ തആല അഅലം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതാണ്, ഉഹില്ലത് ലനാ മൈതതാനി വദമാൻ, രണ്ട് മയ്യിത്തുകളെയും രണ്ട് രക്തങ്ങളെയും അള്ളാഹു നമുക്ക് അനുവദിച്ചിരിക്കുന്നു. പൊതുവെ രക്തം നിഷിദ്ധമാണ്. അതേപോലെ തന്നെ അറുക്കപ്പെടാത്തതും ചത്തത് നിഷിദ്ധമാണ്. എന്നാൽ രണ്ടെണ്ണം ഒഴികെ. ഏതാണ് രണ്ട് മയ്യിത്തുകൾ? ഒന്ന് ഫൽഹൂത്ത് വൽ ജറാത്ത്, ഒന്ന് മത്സ്യം ചത്ത് കിടന്നാലും നമുക്കെന്ത് ചെയ്യാം? അത് ഫ്രഷാണെങ്കിൽ, മറ്റു ഉപദ്രവങ്ങളില്ലെങ്കിൽ അത് കഴിക്കാം, അറക്കേണ്ടതില്ല. അതൊരാൾ കൊന്നാലും ശരി, താനേ ചത്തതാണെങ്കിലും ശരി. അതേപോലെ തന്നെയാണ് വൽ ജറാദ്, വെട്ടുകിളി. ഇത് രണ്ടും അറുക്കണമെന്നില്ല, മയ്യിത്താണെങ്കിലും കഴിക്കാം. വഅമ്മദ്ദമാൻ, രണ്ടു രക്തം എന്ന് പറയുന്നത് ഫൽഖബിദു, കരളിൽ രക്തമുണ്ട്, പക്ഷേ കരളിലെ രക്തം കഴിക്കാം. മറ്റൊന്ന് വത്തിഹാൽ, പ്ലീഹ എന്ന് പറയുന്ന രക്തം ശുദ്ധീകരിക്കുന്ന കരളിൻ്റെ താഴെയായി വയറിൻ്റെ മേലെയായി കാണപ്പെടുന്ന ഒരു സംഭവമാണ്. അതിൽ രക്തമുണ്ടാവാം, പക്ഷേ അതും കഴിക്കാം. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അനുവദിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു വലിയ ഫളലാണ്, ശരിക്കും ശ്രദ്ധിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അറാദ റഹ്മത ഉമ്മത്തിൻ മിൻ ഇബാദിഹി ഖബദ നബിയഹാ ഖബ്ലഹാ ഫജഅലഹു ലഹാ ഫറതൻ വസലഫാ ബൈന യദൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മത്തിന് ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു ഉമ്മത്തിന് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ആ ഉമ്മത്തിനെ നിലനിർത്തിയിട്ട് അവിടേക്ക് നിയോഗിക്കപ്പെട്ട നബിയെ ആദ്യം മരിപ്പിക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ് എന്ന് നിനക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉമ്മത്ത് ജീവിച്ചിരിക്കെ ആ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആദ്യം മരിക്കുക എന്നത് ആ ഉമ്മത്തിനെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. വഇദാ അറാദ ഹലകത ഉമ്മത്തിൻ അദ്ദബഹാ വനബിയുഹാ ഹയ്യുൻ, എന്നാൽ ഒരു ഉമ്മത്തിനെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ നബി ജീവിച്ചിരിക്കെ അവരെ നശിപ്പിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സംഭവിച്ചെന്താണ്? നൂഹ് നബി ജീവിച്ചിരിക്കെ കണ്ണുകൊണ്ട് കാണുകയാണ് തൻ്റെ സമൂഹം നശിപ്പിക്കപ്പെടുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടില്ലേ ഫിറഔനും കൂട്ടരും നശിക്കുന്നത്? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടില്ലേ? സാലി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടില്ലേ? ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടില്ലേ? ഒരുപാട് നബിമാർ ജീവിച്ചിരിക്കെ സമൂഹം, അവരുടെ ഉമ്മത്ത് നശിപ്പിക്കപ്പെടുന്നത് അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൻ്റെ സമയത്ത് പള്ളിയിൽ ഇമാമായി നിസ്കരിക്കാൻ വന്നിട്ടില്ല, കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് അത്രയും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമ നിൽക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സമയത്ത് കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് റസൂലുള്ളാഹി നോക്കുകയാണ്. സഹാബികൾ പറയാണ്, നബി കാണുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിൽ അച്ചടക്കത്തോടുകൂടി അവർ നിസ്കരിക്കുന്നത് കാണുക. ഒരു നബിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൺകുളിർമുള്ള കാഴ്ച, നബിയുടെ മുഖം
പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങിയതാണ്. സന്തോഷം കൊണ്ട്, ആഹ്ലാദം കൊണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി. കാരണം നബിയുടെ അസുഖം മാറിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറാൻ ശ്രമിച്ചു. നബിയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവിടെ തന്നെ നിൽക്ക്, കണ്ടിന്യൂ ചെയ്യ് നമസ്കാരം. പിന്നീട് വന്നിട്ടില്ല എന്നാണ് പള്ളിയിലേക്ക്. അത്രക്ക് സന്തോഷവാനായിക്കൊണ്ടാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അത് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ വലിയ പദവിയാണ്, സ്ഥാനമാണ്. പക്ഷേ ഞാനും നിങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അത്തരം ഫളായിലുകളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? റബ്ബിനോട് നന്ദി കാണിക്കുന്നുണ്ടോ? എന്താണ് എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഖദ് തജാവസ അൻ ഉമ്മത്തിൽ ഖതഅ വന്നിസിയാന വമസ്തുക്രിഹു അലൈഹി. ഈ ഉമ്മത്തിന് അല്ലാഹു വിട്ടു തന്നിരിക്കുന്നു. എന്തൊക്കെ? അൽ ഖത, അബദ്ധം പറ്റുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല, തെറ്റാണ് സംഭവിച്ചത്, പക്ഷേ മനഃപൂർവ്വമല്ല. അത് ഇബാദത്തിലാകട്ടെ മറ്റ് കാര്യങ്ങളിലാകട്ടെ അറിവില്ലാതെ അബദ്ധം പറ്റി. വന്നിസിയാൻ, മറ്റൊന്ന് മറന്നുപോയി. അഹ്കാമുകളൊക്കെ അറിയാം, പക്ഷെ മറന്നുപോയി. ഉദാഹരണത്തിന് നോമ്പുകാരനാണ്, ഓർമ്മല്ല. ഭക്ഷണം കഴിച്ചു, വയറ് നിറയെ കഴിച്ചു, എന്നിട്ടാണ് ഓർമ്മയത്. എന്നാലും നോമ്പ് സഹീഹാണ്. എന്താ കാരണം? മറന്നുപോയതാണ്. ആരാ തീറ്റിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അള്ളാഹുവാണ് തീറ്റിച്ചത്. പിന്നെ സമാധാനപ്പെടാതിരിക്കുക പിന്നെ എന്താണ് വഴിയുള്ളത്? നോക്കൂ, നിങ്ങൾ ആ അടിമയെ അള്ളാഹു പരിഗണിച്ച് നോക്കൂ. തിന്നു, നോമ്പൊന്നും കുഴപ്പമില്ല, പക്ഷേ ശരിയായില്ലട്ടോ എന്നല്ല. പിന്നെയോ അവനെ തീറ്റിച്ചതും കുടിപ്പിച്ചതും റബ്ബാണ്, അള്ളാഹു. അൽഹംദുലില്ലാ, മനസ്സിനങ്ങോട്ട് സമാധാനമായി. മറന്നത് അള്ളാഹു പിടിക്കൂലെന്നാ. വമസ്തുക്രിഹു അലൈഹി, നിർബന്ധിക്കപ്പെട്ടതും. ജീവന് ഭീഷണി, ആ ഭീഷണിയെ ഭയന്ന് ഉള്ളിലില്ലാത്ത ഒരു കാര്യം നാവുകൊണ്ട് പറഞ്ഞു, പ്രവർത്തിച്ചു, അള്ളാഹു മാപ്പാക്കി തരുന്നു. കാരണം നിങ്ങളുടെ മനസ്സ് ഇല്ലാ മനുക്രിഹ വ ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാനുണ്ട്, പക്ഷേ നിർബന്ധിക്കപ്പെട്ടപ്പോൾ ഈ ഉള്ളിലില്ലാത്തത് പറയേണ്ടി വന്നു. എങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടു തന്നിരിക്കുന്നു. ഇബ്നു മാജയുടെ മറ്റൊരു റിവായത്തിലുള്ളത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്നല്ലാഹ തജാവസ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് അല്ലാഹു വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും പൂർവ്വകാല സമൂഹത്തിനില്ല എന്നർത്ഥം. ശരിക്ക് ചിന്തിക്കൂ. മറ്റുള്ളവർക്ക് നൽകപ്പെട്ടിട്ടില്ല. എന്താ വിഷയം? അമ്മ തുവസ്വിസു ബിഹി സുദൂറുഹ, മനസ്സിലുള്ള വസ്വാസുകൾ, ഹൃദയത്തിൻ്റെ മന്ത്രം അല്ലാഹു വിട്ടു തന്നിരിക്കുന്നു. മാലം തഅമൽ ബിഹി, പ്രവർത്തിക്കാത്ത കാലത്തോളം, ഔ തതകല്ലം ബിഹി, പറയാത്ത കാലത്തോളവും. പറയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മനസ്സിൽ ചിലപ്പോൾ ചില തോന്നലുകൾ വന്നേക്കാം. അതെന്താവട്ടെ, അള്ളാഹു മാപ്പാക്കി തന്നിരിക്കുന്നു. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു മറ്റൊരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ഹസദത്കുമുൽ യഹൂദു അലാ ഷൈഇൻ മാ ഹസദത്കും അലസ്സലാമി വത്തഅ്മീൻ. യഹൂദന്മാർക്ക് നിങ്ങളോട് അസൂയയാണ്, പ്രത്യേകിച്ചും രണ്ട് കാര്യത്തിൽ. ഒന്ന്, നമസ്കാരത്തിൽ നിങ്ങൾ ആമീൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ യഹൂദന്മാർക്ക് അസൂയുണ്ടെന്ന്. ആ കൂട്ടമായ പ്രാർത്ഥനയും യഹൂദന്മാരിൽ ഞങ്ങളെ പെടുത്തല്ലേ, ക്രിസ്ത്യാനികളിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് പറയുമ്പോൾ ആമീൻ എന്നെല്ലാവരും ഒരുമിച്ചിങ്ങനെ. ലോകത്ത് എത്ര പള്ളികളുണ്ട്, എത്ര വക്ത് നമസ്കാരം നടക്കുന്നുണ്ട്. ഈ സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകിച്ചും റമളാനിലൊക്കെ എത്രമാത്രം ഓതപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സമയത്തൊക്കെ ഈ ആമീൻ ഇങ്ങനെ പറയുകയല്ലേ. അപ്പോൾ നമസ്കാരത്തിലെ ആമീൻ അത് യഹൂദർക്ക് വലിയ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ അലസ്സലാം, നമസ്കാരത്തിൽ സലാം വീട്ടുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന തസ്ലീമും ആമീൻ. അതേപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു, സലാം എല്ലാ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും സലാമിനെ വ്യാപിപ്പിച്ച് അതൊരു ഷിആറാക്കിയത് ഈ ഉമ്മത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നിരന്തരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അതിനോടും അവർക്ക് അസൂയയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് ചില മുഅ്ജിസാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇന്നല്ലാഹ സവാലിയൽ അർദ്, അള്ളാഹു എനിക്ക് ഭൂമിയെ ചുരുക്കി കാണിച്ചു തന്നു എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ വലിയൊരു ഗോളാണ്, ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റില്ല.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അള്ളാഹു ഭൂമിയെ ചുരുക്കി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഫറഅയ്തു മശാരിഖഹാ വ മഗാരിബഹാ, അതിൻ്റെ കിഴക്കും പടിഞ്ഞാറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ പറയും, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറേബ്യയിൽ മരുഭൂമിയിൽ അല്ല, മശാരിഖും മഗാരിബും റസൂൽ കണ്ടിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹയും കടന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ചില പോയത്തക്കാർ പറയുന്നത് അത് നബിക്ക് 14-ാം നൂറ്റാണ്ട് മുമ്പ് എന്തറിയാം, ആ സാഹചര്യം അനുസരിച്ച് പറഞ്ഞ ഹദീസാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മശ്രിഖും മഗ്രിബും നബിക്ക് അല്ലാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇന്നത്തെ ആളുകളൊന്നും കണ്ട കാഴ്ചയല്ല. അത് ഒരു ഉപകരണം കൊണ്ടും കാണാൻ പറ്റാത്തതിനേക്കാളപ്പുറത്ത് അള്ളാഹുവിൻ്റെ റസൂല് കണ്ടിട്ടുണ്ട്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽകുഹാ മാ സുയലിഹി മിൻഹാ വ ഊതീതുൽ കൻസൈനിൽ അഹ്മറ വൽ അബിയദ്. എനിക്ക് കാണിക്കപ്പെട്ട നാടുകളിലൊക്കെ മുസ്ലിമീങ്ങൾ പടനയിക്കും, ആ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തും. റോമും പേർഷ്യയും ഇസ്ലാമിന് കീഴ്പ്പെടുത്തപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പറഞ്ഞു എന്നാണ് ആ സമയത്ത്, വ ഇന്നി സഅൽതു റബ്ബി ലി ഉമ്മത്തി അല്ലാ യുഹ്ലികഹാ ബിസനത്തിൻ ബിആമ്മ വ അല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം ഫയസ്തബീഹ ബൈളതഹും വ ഇന്ന റബ്ബി ഖാല യാ മുഹമ്മദു ഇന്നി ഇദാ ഖദൈതു ഖദാഅൻ ഫഇന്നഹു ലാ യുറദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ദുആ ചെയ്തതാണ്, ഒന്ന് അള്ളാഹുവേ ഒരു പൊതുവായ ശിക്ഷയിലൂടെ, ഒരു വരൾച്ച അതല്ലെങ്കിൽ അതുപോലുള്ള ഒരു പകർച്ചവ്യാധിയിലൂടെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുതേ. രണ്ടാമത്തെ പ്രാർത്ഥന, ശത്രുക്കൾ ഒന്നടങ്കം മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് മുസ്ലിമീങ്ങളെ മുഴുവനായി ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാനൊരു കാര്യം ഖദറാക്കിയാൽ പിന്നെ അത് മാറ്റപ്പെടുകയില്ല. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ഞാനിതാ ഉത്തരം നൽകുന്നു. എന്നിട്ട് പറഞ്ഞു, പൊതുവായൊരു ശിക്ഷ കൊണ്ട് അല്ല ഉഹ്ലികഹും ബിസനത്തിൻ ബിആമ്മ വ അല്ല ഉസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം യസ്തബീഹു ബൈളതഹും വലൗ ഇജ്തമഅ അലൈഹിം മിൻ അഖ്താരിഹാ. 14-ാം നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അറിയിച്ചതാണ്, രാജ്യത്തിൻ്റെ ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്കെതിരെ ഒരുമിക്കും. നിങ്ങളെ നാടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ഒരുപാട് ദൂരമുള്ള നാടായിരിക്കും, പക്ഷേ അവിടെ നിന്നൊക്കെ ഒരുമിക്കും. ആരൊക്കെ എവിടെ നിന്ന് ഒരുമിച്ചാലും മുസ്ലിമീങ്ങൾക്ക് ചില പരിക്കുകൾ പറ്റിക്കാനല്ലാതെ അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. റബ്ബ് അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്ത വാക്കാണ്, ഈ ഉമ്മത്തിന് വേണ്ടിയുള്ള ദുആൻ്റെ ഉത്തരാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 14-ാം നൂറ്റാണ്ട് മുമ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ റസൂൽ, ആയിഷ ഈ ഉമ്മത്തിന് വേണ്ടി ഓരോ നമസ്കാരത്തിലും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, ഓരോ വഖ്ത് നിസ്കാരത്തിലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, പക്ഷേ ഒരു കാര്യം ഉണ്ടാവും. എന്താണ്? അള്ളാഹു പറയാണ്, ഹത്താ യകൂന ബഅദുഹും യുഹ്ലികു ബഅദ, നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് നശിപ്പിക്കും, നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും. വയസ്ബി ബഅദുഹും ബഅദ, നിങ്ങൾ ചിലരെ മറ്റു ചിലരെ ബന്ദികളായി പിടിക്കും. എന്നാൽ നിങ്ങളുടെ പുറത്തുള്ള ശത്രുക്കൾ നിങ്ങൾ ഒരിക്കലും ആ നിലക്ക് നശിപ്പിക്കാൻ കഴിയില്ല. തൽക്കാലം ഈ വിഷയം ഞാനിവിടെ ഈ 2 ദർസിൽ അവസാനിപ്പിക്കുന്നു. അതേ സന്ദർഭത്തിൽ ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠതകൾ, ഇപ്പോൾ പൂർവ്വകാല സമൂഹത്തിൻ്റെ അഹ്കാമുകളും ഈ ഉമ്മത്തിലെ അഹ്കാമുകളും അതൊന്നും പറഞ്ഞാൽ തീരാത്തതാണ്. മറ്റെപ്പോഴെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയാൽ വിശദീകരിക്കാം. ഞാൻ പൊതുവായ കുറച്ച് കാര്യങ്ങൾ, അഹ്കാമുകളുമായി ബന്ധപ്പെട്ടതല്ലാത്ത കുറച്ച് ഫളായിലുകൾ മാത്രമാണ് വിശദീകരിച്ചത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ കറാമത്താണ്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികൾ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ഉമ്മത്ത് നമ്മുടെ ഉമ്മത്താണ്. ഈ വില നമ്മൾ തിരിച്ചറിയുക. നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ, ഈ മാസത്തിൻ്റെ മഹത്വം അറിയുക, ഖുർആനിൻ്റെ മഹത്വം അറിയുക, നബിയുടെ മഹത്വം അറിയുക, സുന്നത്തിൻ്റെ മഹത്വം അറിയുക, നമ്മുടെ മഹത്വം അറിയുക. മരണം സുനിശ്ചിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. നമ്മുടെ ചുറ്റിലിൽ നിന്നും നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും മരണവാർത്തകളുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന് എല്ലാവരും മരിക്കുന്നുണ്ട്. നാളെ നമ്മുടെ പേരും വരും. മരണം സുനിശ്ചിതമാണ്. ഭൂമിയിൽ ശാശ്വതത്വമില്ല. ഖബറിൽ ചോദ്യമുണ്ട്. മഹ്ശറിൽ അതിനേക്കാൾ ഗൗരവമേറിയ ഹിസാബുണ്ട്. അതൊക്കെ കടന്ന് സിറാത്തും കടന്നിട്ട് വേണം നമുക്ക് സ്വർഗ്ഗലോകത്ത് പോകാൻ. വലിയ അധ്വാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെറുതെ അങ്ങ് കയറിപ്പോവാന്ന് വിചാരിച്ചോ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ.
നിങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളത് ആരാണ് എന്ന് അള്ളാഹു പരിശോധിച്ചറിയുന്നത് വരെ, കടുത്ത പരീക്ഷണങ്ങളിലും ക്ഷമാവലംബിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മുറുകെ പിടിക്കുന്നവർ ആരാണ് എന്ന് പരീക്ഷിച്ചറിയുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാമെന്ന് വെറുതെ കണക്ക് കൂട്ടിയിരിക്കുകയാണോ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യം. അങ്ങനെ വെറുതെ കണക്ക് കൂട്ടിയിട്ട് കാര്യമല്ല. അധ്വാനം വേണം, ക്ഷമ വേണം. ആ ക്ഷമയുടെ മാസമാണ് റമളാൻ. പരിശീലിക്കുക. നോമ്പിലൂടെ തഖ്വയും ഇഖ്ലാസും പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗലോകത്ത് അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അഹ്ലുകാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഹത്തിലെയും പരത്തിലെയും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും എല്ലാറ്റിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയുസ്സിലും കർമ്മങ്ങളിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.